സ്റ്റോറി കേട്ടോ. പ്രിയ അടുത്ത് വന്ന് എന്താ വിഷമത്തിലുള്ള മോളെ പ്രിയ, നാളെ എനിക്ക് കല്യാണം. എന്താ കല്യാണമാണോ അമ്മ? അതെ, ജോക്കൊന്നും പറയണ്ട. അതെ മോളെ, നടന്ന കാര്യം പറഞ്ഞു. അതെ ആൻറ്റി, അവിടെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി എല്ലാം പ്ലാൻ ചെയ്തത് കല്യാണം കഴിയാൻ ആൻറ്റി കൊണ്ടുവന്നതാ. മിരട്ടിയായിരുന്നു മോളെ, ഞാൻ കല്യാണം കഴിച്ചില്ല. അമ്മ എന്താ ചെയ്യും? ഇല്ല മോളെ, ഇല്ലെന്നെ കിട്ടുന്ന കല്യാണം കഴിക്കും, മറിയാതെ കല്യാണം കഴിക്കും മോളെ. വേറെ വഴിയില്ല, നിന്നെ രക്ഷിക്കണം. നിനക്ക് ജനിച്ച ചിക്കൻ തന്നെയാണോ? മമ്മി എങ്ങനെ എന്താ ജോക്ക് പറയാം? അതെ മോളെ, വേറെ എന്ത് പയ്യും പറ്റൂ? നീ ആരും ലവ് ചെയ്തില്ല? ഇല്ല അമ്മ, ഇവനിക്ക് പേടിക്കാം. അങ്ങനെ എൻ്റെ പറയായിരുന്നു. അങ്ങനെ കല്യാണം രാവിലെയായി, കല്യാണം റെഡിയായി. ചിന്നിക്ക് ദേഷ്യം വന്നിരുന്നു. എടാ എന്തടാ, അവന് വിട്ടില്ലേ? ഇല്ല സാർ. ശരി, അവനെ കണ്ടുപിടിക്കണം. ആറും പറഞ്ഞു, എടാ കല്യാണത്തിൽ പോവാടാ. ജിൻ പറ, എന്നിട്ടാ? ഇല്ലടാ, നമുക്ക് പോയിട്ട് നോക്കിയരാ. അങ്ങനെ പറഞ്ഞായിരുന്നു. ജിന്നും വന്നിരുന്നു. ജിന്നിക്ക് അറിഞ്ഞിരുന്നു അവിടെ ഒരാളുണ്ട്. അങ്ങനെ ജിന്നിക്കും ന്യൂസ് വന്നു, സാർ ആ കല്യാണത്തിന് അവിടെ ഉണ്ട്. ശരി, അങ്ങനെ കല്യാണത്തിൽ വന്നു. അങ്ങനെ ആറം വന്നു. ആറം കണ്ടു, അവിടെ ഉണ്ടടാ. ആറം അകത്ത് വന്നു. അവനകത്ത് പോയി. പിന്നെ ആറം മുടിച്ചു വന്നിരുന്നു. അതെ, അവൻ്റെ ആൾക്കാർ തോർത്തിയായിരുന്നു. അങ്ങനെ കല്യാണത്തോടൊക്കെ വന്നു. അങ്ങനെ ഓടിയപ്പോൾ അകത്ത് വന്നു. അങ്ങനെ ചിന്ന് നോക്കി ഷോക്കായി. ചിന്ന് എന്നെ മിരട്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഒരു കല്യാണം വേണം, കാണാൻ നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ ജിന്നുക്ക് ഷോക്ക്, ആറോമുക്ക് ഷോക്ക്. കുട്ടി കയറിയാൻ തുടങ്ങി. അതെ, താലി കിട്ടാൻ പോകുമ്പോൾ അതെ അരുൺ, അതെ ആ ചെക്കൻ കല്യാണം കിട്ടാൻ ആദ്യം പറയുന്ന ആ ചെക്കൻ പേര്. അവൻ താലി കെട്ടാൻ കുട്ടി കയറിയാൻ തുടങ്ങി. ഈ വച്ചത്തിൽ കയറിയാൻ തുടങ്ങി. താലി എടുത്ത് കെട്ടാൻ കുട്ടി കയറിയാൻ തുടങ്ങി. ജിന്നുക്ക് ദേഷ്യം വന്നു, ഗണ്ണ് ചെയ്തു. അങ്ങനെ താലി കെട്ടി നിപ്പിച്ചു. ജിന്നക്ക് ആ ജിന്നടുത്ത് വന്നു. അങ്ങനെ ആറം പറഞ്ഞു, ആറവൻ്റെ ജിന്ന് പറഞ്ഞു, കുട്ടീനെ അവളെടുത്താക്കാം. അങ്ങനെ ഒരു കുട്ടി, അതെ കുട്ടി കരയാൻ തുടങ്ങി. അത് കരയാൻ തുടങ്ങി. കുട്ടി കരയുന്ന കണ്ടിട്ട് ആറം കൊടുത്തു, ഹീറോയിനോട് കൊടുത്തു. കൂടാവും എന്തിനാണ് കരുതുന്നതാണ്? അപ്പോൾ കുട്ടി പോകണ്ടായിരുന്നു. എൻ്റെ കല്യാണം ചെക്കനെ പിടിച്ചോണ്ട് വന്നു. അങ്ങനെ പിടിച്ചോണ്ട് വന്നു. എന്താണ് അവിടെ നിന്ന് എല്ലാവരും ഓടിപ്പോയിരുന്നു. അങ്ങനെ ആ ചെക്കൻ്റെ അമ്മയും അച്ഛനും പിന്നെ അവിടുത്തെ വീട്ടിൽ ആൻറ്റി അവരുണ്ടായിരുന്നു. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിച്ചു. ആറും പറഞ്ഞു, എന്താടാ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ? അതെ, ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എന്താ നടക്കുന്നത് ഇവിടെ? ശരി, ഞാനൊരു ആക്ടിങ് ചെയ്യാൻ പോകുന്നത്, അത് മുമ്പ് നിങ്ങൾ മിണ്ടാതിരി, ആൻറ്റീനോട് പറഞ്ഞു. ഹീറോയിൻ മമ്മിൻ്റെ ഹീറോയിൻ്റെ മമ്മിനോട് പറഞ്ഞു, ഇത് നടക്കും, നിങ്ങൾ മിണ്ടാൻ പറയാം. നിങ്ങൾ എന്താ നടക്കുന്നത് ഇവിടെ? എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ആറും ചോദിച്ചു. എന്താ ആൻറ്റി? ഞാൻ ഷോക്ക് ആൻറ്റി. എന്താ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും നിങ്ങൾ കല്യാണം കഴിപ്പിക്കുന്നതാ എന്നും പറഞ്ഞായിരുന്നു. അത് കേട്ട് ആൻറ്റിക്ക് ഷോക്കായി. ആ കല്യാണ ചെക്കനിക്ക് ഷോക്ക്. എന്ത് കല്യാണം നടന്നു? അതെ, ഓൾക്ക് ഇവർക്ക് കല്യാണം നടന്നു. ഇത് പറഞ്ഞ് ആൻറ്റിക്ക് ഷോക്ക്. പിന്നെ ആ ചെക്കന് ഷോക്ക്. എന്ത് കല്യാണം നടന്നു? അതെ, ഇവർക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞായിരുന്നു. നിങ്ങളെന്തിനാ അവിടെ കുട്ടി കയറിയെന്ന് കണ്ടോ? ഇപ്പം മിണ്ടാതിരുന്നു കണ്ടോ? അതെ, ഇവർക്ക് കല്യാണം കഴിഞ്ഞു, മനസ്സിലായാ? ഒന്നും കൃത്യത ചെയ്തിരിക്കണം. അങ്ങനെ ആൻറ്റിക്ക് ഷോക്ക്. കല്യാണം നടന്നു? അതെ, കല്യാണം പറഞ്ഞാൽ കല്യാണം അതല്ല, എൻഗേജ്മെൻറ്റ് നടന്നായിരുന്നു. ഇവർക്ക് ഇവ പഠിച്ച ശേഷം ഇവർക്ക് കല്യാണമാണ്. നിങ്ങൾ വന്ന് ഇങ്ങനെ ചെയ്താവോ എന്ന് പറഞ്ഞ് വായിക്കണം. അത് പറഞ്ഞ് അവർ മിണ്ടാതിരുന്നു. അവിടുന്ന് അവർ പിടിച്ച് ജയിലിലിട്ടു. ജിന്ന് ഒരു താലി എടുത്തായിരുന്നു. അതെ, അവൻ്റെ ലൈഫ് പാർട്ട്ണർ വൈഫൊക്കെ വേണ്ടിയാണ് താലി. അടുത്ത പരിചയോടെ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യും. അങ്ങനെ എല്ലാവരും, അതെ കുറച്ച് പേര് ഉണ്ടായിരുന്നു അവിടെ, എല്ലാവരുടെ അന്തര പറഞ്ഞു. പിന്നെ താലി ജിൻ കിട്ടി. ഏതാടെ ഹീറോയ്ക്ക് ഷോക്കായി പോയി. ആരവൻ? എന്തിനാ എനിക്ക് താലി കെട്ടി? അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെ കുട്ടി ജിൻ പറഞ്ഞു, കുട്ടി പിടിച്ചോ. അങ്ങനെ ജിൻ പറഞ്ഞു, അതെ മോനെ, അത് നിങ്ങൾ വന്ന് ആൻറ്റി നിങ്ങൾ അങ്ങനെ ജിന്നിൻ്റെ ആറാം വിളിച്ചോണ്ട് ജിന്നിൻ്റെ വീട്ടിലൊക്കെ അവർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നു. എന്താണെന്ന് ജിന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊന്നും പേടിക്കാൻ വേണ്ട, നടന്ന കാര്യമല്ല ചെയ്തു. അങ്ങനെ ജിന്നു നിറയെ കാരണം ചോദിച്ചായിരുന്നു. അങ്ങനെയായിട്ട് നല്ല ഹാപ്പി ആയിരുന്നു ജിൻ. ബേബിക്ക് ഹാപ്പി, മമ്മിയും കുട്ടിയും അതെ വിട്ടുവിടില്ല. അതെ, എപ്പോഴും മമ്മി ഒട്ടിപ്പോയി. ജിന്നിയുടെ അടുത്ത് ഇപ്പോൾ പോകുന്നുമില്ല കുഞ്ഞ്. ജിന്നുക്ക് ഷോക്ക്, എന്താ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്?
പിന്നെ നടന്ന കാര്യം ആൻറ്റീനോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ജിന്നു അതെ ഇവൾ പഠിക്കുകയാണ്. ജിന്നു എന്നോട് പറഞ്ഞു, മോനെ ഇവൾ 12th പഠിക്കുകയാണ്. ശരി ഇവളിവിടെ പഠിക്കട്ട്. ജിന്നു പറഞ്ഞു, എന്താ? അതെ ജിന്നു പറഞ്ഞു ഇവളിവിടെ പഠിക്കട്ട്. അങ്ങനെ ബേബി അതെ ജിന്നും ബേബിനും എടുത്തു. അതെ ഇവളിവിടെ പഠിച്ചോട്ട്. അതിനുശേഷം ഇവ പഠിച്ച ശേഷം ഞാൻ ഇവൾക്ക് വിളിച്ചൊന്ന് മോന് വരാൻ. ജിന്നു പറഞ്ഞു പിന്നെ ഇവൾക്ക് എന്താ ആഗ്രഹമുണ്ട്. അങ്ങനെ ജിന്നു പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ജിന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് ജിന്നും കൊറിയൊക്കെ പോയി. അതെ ജിന്നു പോയി. പിന്നെ ഒരു ഫ്രണ്ട് അതെ ഒരു ഗേളിന് ഇവിടെ നിപ്പിച്ച് പോയി. പേര് മിയ. അതെ രണ്ടാൾക്കും ഒരു ഏജാണ്. ആറാമിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്. അങ്ങനെ ഒക്കെ പഠിക്കാൻ അയച്ചു. അവൾക്കും എല്ലാ ലാംഗ്വേജ് നന്നായിട്ട് അങ്ങനെ അതെ ആറാമനൊക്കെയാണ്, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ രണ്ടുപേരും ഫ്രണ്ട്സായി. കുട്ടീനെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. അതെ ഹീറോയിനും മമ്മിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ കുട്ടീനെ എപ്പോൾ നോക്കും അവർ രണ്ടുപേരും കൊഞ്ചാണ്. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. അതെ കുട്ടി വളർന്നു. കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സായി. മമ്മി എന്താ മമ്മി എന്ത് പറ്റി ബേബി? അതല്ല ഡാഡി എപ്പോൾ വരാം? ഡാഡി എപ്പോൾ വരുന്ന? ഹലോ ഡാഡ് എപ്പോൾ വരാം? ഇല്ല മോൻ പറഞ്ഞക്ക് ഡാഡിക്ക് ഇവിടെ ജോലിയുണ്ട്. എല്ലാം ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിട്ട് നിങ്ങളെ വിളിച്ചുകൊണ്ട് വരാം, ഞാൻ വരാം പിന്നെ ബേബിനോട് പറഞ്ഞു. അങ്ങനെ നന്നായിട്ട് ടൈം പോയി. സ്കൂളും പഠിക്കുകയാണ് കുട്ടി. ഇവിടെ നമുക്കവിടെ നോക്കാം കുറിയയിൽ. എടാ അറം ഒരു പിടിച്ചു കഴിഞ്ഞു സാർ. അതെ ഞാൻ പറഞ്ഞ കേൾക്ക്, നമുക്കുള്ള ശത്രുനെല്ലാം വെച്ച് കാണുന്നു. അതിനുശേഷം എൻ്റെ വൈഫിനും എൻ്റെ കുട്ടികൾക്കും ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആറാം അവിടെ എല്ലാ മാഫിയ മതി, നല്ല മാഫിയാണ്. എല്ലാ ക്രിമിനൽസിനെ പിടിച്ച് കൊന്നുകളഞ്ഞായിരുന്നു. ആരാരെ ശത്രു തേടി കണ്ടുപിടിച്ച് കൊന്നുകളഞ്ഞായിരുന്നു. കൊന്നുകൊണ്ടുണ്ടോ അങ്ങനെ കൊണ്ട് എല്ലാ ജോലി കഴിഞ്ഞു. ആറാമുക്ക് അങ്ങനെ ഇന്ത്യയൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ ആരൊക്കെയല്ല ജിന്ന് മാഫിയ എന്നറിയും അവരെല്ലാം കൊന്നു കളഞ്ഞു.